ഇന്ന് കാലത്തെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ടയും തൈരൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഹെയർ പാക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് നല്ല എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ മാസ്ക് ആണ്. അതുപോലെ തന്നെ മുടിയിൽ താരൻ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നന്നായിട്ട് മാറും, നല്ല ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ലൊരു പാക്കാട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാൻ പറ്റും. എഗ്ഗ് ഞാൻ ഫുൾ എടുക്കും, എന്നിട്ട് നമ്മളിങ്ങനെ തൈര് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ എണ്ണ ഇടുന്നില്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്യുമ്പോൾ, അതായത് മൊത്തത്തിൽ അടിച്ച് തുടയ്ക്കുക അങ്ങനത്തെ പണിയാണ്. അതായത് സാധാരണ അടിച്ച് തുടയ്ക്കലുണ്ട്, പാറുള്ള കാരണം എപ്പോഴും അകത്ത് ഓരോന്ന് കൊടുന്നിടും. പക്ഷേ ഇങ്ങനെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അടിക്കില്ല. അപ്പോൾ ചേട്ടനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചേട്ടൻ വീട്ടിലുള്ള സമയമാണെങ്കിൽ അപ്പോൾ ചേട്ടൻ തുടയ്ക്കും, ഞാൻ അടിച്ചു വാരി ഇങ്ങനെ മാറ്റി മാറ്റി ഇടും. പിന്നെ പാറുള്ള കാരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങനെ ഇടിപിടിയും ചെയ്യാൻ പറ്റും, കാരണം ആളിങ്ങനെ ഓടി നടക്കുമ്പോൾ വഴിക്ക് വീഴും. അങ്ങനെ അതേ 11 മണി ആവാറായി, പണിയൊക്കെ കഴിഞ്ഞ് അതേ കുളിച്ചു കേട്ടോ. കുളിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ സ്കിൻ കെയർ ആണ്. അപ്പോൾ 11 മണി കഴിഞ്ഞു ഇന്നത്തെ സ്കിൻ കെയർ. അപ്പോൾ ആദ്യം നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് ടോണർ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. പിന്നെ ഇടുന്നത് നമ്മുടെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്. ഇത് നിലാസെറപ്സിൻ്റെ കേട്ടോ. വേണമെങ്കിൽ ആ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞു. പിന്നെ ലിപ് ബാം ഇപ്പോൾ മസ്റ്റ് ആട്ടോ, കാരണം ഇപ്പോൾ തണുപ്പ് കാലമല്ല, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ അതും നിലാസെറപ്സിൻ്റെ കേട്ടോ. അതിന് ശേഷം എന്തേ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പാറക്കുട്ടനെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചു. അങ്ങനെ ഒരു 11 മണി 11:30 ആയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിലാസെറപ്സിൻ്റെ ABC ഡ്രിങ്ക് ഇന്ന് എനിക്ക് കാലത്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ 11:30 സമയത്ത് എടുത്തേട്ടോ. ഭയങ്കര നല്ലതാണ്, സ്കിൻ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ഗ്ലോയിങ് ഒക്കെ ആക്കാൻ നല്ലതാട്ടോ. അതിന് ശേഷം നമ്മളിതേ പാറക്കുട്ടിക്ക് പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ സാമ്പാറുണ്ടെന്ന്, അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിതേ പപ്പടം കൂട്ടിയിട്ട് അവൾക്ക് അങ്ങോട്ട് ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ഇന്ന് പപ്പടം ഉള്ള കാരണം ആൾ പപ്പടം മാത്രം തിന്നണതിന് ഞാൻ വാരി കൊടുത്തു, അല്ലെങ്കിൽ ആൾ തന്നെ കഴിക്കും. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാറും കൂടുതൽ നമ്മുടെ വെജീസും പിന്നെ ഒരു എന്താ പറയുക പിടുത്തം ചോറും ബ്രൗൺ റൈസാണ്, ഫുൾ ബ്രൗൺ റൈസ് ആട്ടോ, ഫുള്ള് തവിടോട് കൂടിയിട്ടുള്ളതാണ്. ഇത് നിലാസെറപ്സിൻ്റെ റൈസ് ആട്ടോ. അതും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ അളന്ന് നോക്കിയിട്ടായിട്ട് കഴിക്കുക. അങ്ങനെ ഈവനിങ് ഒരു 4 മണിയായപ്പോൾ ഞങ്ങളിതേ നിലാസെറപ്സിൽ ഇന്ന് പണിയുണ്ട്. അപ്പം ഇന്ന് ഈവനിങ് ആണ് പോണേ. അപ്പോൾ എൻ്റെ ചുരിദാറൊക്കെ ഭയങ്കര ലൂസ്, പക്ഷേ നമ്മൾ ഈ മസിൽ സ്ട്രെങ്ത്തിനുള്ള ഇത് ചെയ്യണോണ്ടാന്ന് തോന്നുന്നുണ്ട്, കൈയൊക്കെ നല്ലോണം ഡ്രസ്സിൻ്റെ ഫിറ്റ് ആവണുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട്, അപ്പോൾ അമ്മ ട്യൂഷന് പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഒരു 6-7 മണിയായിട്ട് വൈകുന്നേരമായി. അങ്ങനെ ചേട്ടനതേ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്, ഞാനും കഴിക്കും കേട്ടോ കുറച്ച്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സാമ്പാറുള്ള കാരണം ദോശയ്ക്ക് എടുത്തു വെച്ച് മാവ് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഒലീവ് ഓയിൽ കേട്ടോ നമ്മൾ സാലഡ് ഉണ്ടാക്കുക. ചിക്കൻ സാലഡ് ഉണ്ടാക്കുന്നത് ഒരു തുള്ളി ഒലീവ് ഓയിൽ ഒഴിക്കുള്ളൂ, അതായത് ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ, ബാക്കിയൊക്കെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പാർക്കുട്ടീനൊക്കെ മേല് കഴിച്ച് അവർക്ക് ഇതേ ദോശ അങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ പണിയൊക്കെ ഒരുവിധം ഒതുങ്ങി. അങ്ങനെ ഇപ്പോഴാട്ടോ ഞാനൊന്ന് ഫ്രീ ആയത്. അങ്ങനെ ഒരു 9:30 ആകുമ്പോഴേക്ക് മുന്നേ തന്നെ ഞാൻ കിടക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.